Hi, welcome back to Language Center Tutorials. In we are starting discussions. Adventures in a banyan tree എന്ന ലെസണിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഡിസ്കോഴ്സ് റൈറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഓക്കെ, തുടങ്ങുന്നതെന്ന് പറയാൻ കാരണം ഇത് ഒരു വീഡിയോയിൽ തീരില്ല എന്നതുകൊണ്ട്. ഓക്കെ, first we will be dealing with profile writing. കുട്ടികളെ ശ്രദ്ധിക്കണം, profile writing is a question that you can expect for sure. എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. 15 റൈറ്റേഴ്സ് ഉണ്ട്. ഈ 15 റൈറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ അതിലൊന്ന് ഉറപ്പായിട്ടും ചോദിക്കുമല്ലോ. സോ യു ക്യാൻ ബാക്ക് ദാറ്റ് മാർക്ക് സിംപ്ലി. പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഡിസ്കോഴ്സ് റൈറ്റിങ്ങിൽ പൊതുവായി തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ലാംഗ്വേജ് സെൻറ്റർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് പോയിൻറ്റ് SSLC ഇംഗ്ലീഷ് എന്നതാണ് ആ പുസ്തകം. ഓക്കെ, ഇതിൽ ഡിസ്കോഴ്സ് റൈറ്റിങ്സിൻ്റെ നോട്ട്സ് ഉണ്ട്. അതിനാസ്പദമായി അതിനെ മുന്നോടിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടതിൻ്റെ ടേംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ പാഠത്തെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും അവയുടെ സാമ്പിൾ ആൻസേഴ്സും ഉണ്ട്. പൊതുവിൽ ഈ പുസ്തകത്തിൻ്റെ പാറ്റേണിനെയാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ സെഷൻസിൽ ഫോളോ ചെയ്യുന്നത്. Okay, so we are now going straight away to our question. എല്ലാവർക്കും അറിയാം, Adventures in a Banyan Tree is written by Ruskin Bond. റസ്കിൻ ബോണ്ടിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾ തയ്യാറാക്കുക. ഞാൻ ചോദ്യം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, സാമ്പിൾ ആൻസർ വിൽ നോട്ട് ബി ഗിവൺ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇത് കേട്ടതിന് ശേഷം ഒരു പ്രൊഫൈൽ എഴുതി കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ റെസ്പോണ്ട്, വി വിൽ ഗിവ് യു എ ഫീഡ്ബാക്ക്. തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പ്രൊഫൈൽ? ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് ബി ക്ലിയർ അബൌട്ട് ദാറ്റ്. പ്രൊഫൈൽ ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐദർ എ പേഴ്സൺ ഓർ an organization. ഓക്കെ, ഒരു വ്യക്തിയെ പറ്റിയോ ഒരു സ്ഥാപനത്തെ പറ്റിയോ ഉള്ള ഒരു ബ്രീഫായ വിവരണത്തെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. വിവരണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് അബൌട്ട് ദ പേഴ്സൺ. ആ പേഴ്സണെ പറ്റി പബ്ലിക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിവരണം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ പബ്ലിക്കിനെ സംബന്ധിച്ച്, പൊതുവിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാധാന്യമുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വസ്തുതകൾ, ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് പ്രൊഫൈലിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ഒരു പോയിൻ്റ് ഉണ്ട്. Profile writing is a factual description. Remember that. അങ്ങനെ പറയുമ്പോൾ ഈ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം എല്ലാ ഡിസ്ക്രിപ്ഷൻസും ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ആകണം എന്നില്ല. We must make a clear distinction between fact and opinion. എന്താണ് ഫാക്ട്, എന്താണ് ഒപ്പീനിയൻ? ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും സെയിം ആയിരിക്കണം, അപ്പോഴേ അതിനെ ഫാക്റ്റ് എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, ഈ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട് എന്ന് ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അത് 25 കറക്റ്റ് ആണെങ്കിൽ 25 തന്നെയാണ്. അത് എക്സ് എന്ന് പറയുന്നൊരു പേഴ്സൺ എണ്ണിയാലും 25 ആയിരിക്കും, വൈ എന്ന് പറയുന്നൊരു പേഴ്സൺ എണ്ണിയാലും 25 ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമെന്ന് പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ് ഫാക്റ്റ്. പേഴ്സണലി
അത് വേരി ചെയ്യുന്നില്ല. പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫാക്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെയിംഡ് ഓർ ഇറ്റ് ഈസ് ടേംഡ് ആസ് എ ഫാക്ട്. മാമൽസ് ഗീവ് ബർത്ത് ടു ദെയർ ചിൽഡ്രൻ, ദേ ഡോണ്ട് ലേ എഗ്സ്. അതൊരു ഫാക്റ്റാണ്, നോട്ട് an opinion of one person എന്നാണ് പറയുന്നത്. അപ്പോൾ that's the difference between fact and opinion. Opinion may change. My opinion may not be your opinion. So it can vary from person to person. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഫാക്റ്റാണ് എഴുതേണ്ടത്. റസ്കിൻ ബോണ്ടിനെ പറ്റിയിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ റസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരനെ പറ്റി എൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായമല്ല പ്രൊഫൈലിൽ വരുന്നത്, ജസ്റ്റ് ഫാക്ട്സ്. ഓക്കെ, അതാണ് പ്രൊഫൈലിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്താണിപ്പോൾ നമ്മുടെ കഴിവ്? എന്താണൊരു നല്ല പ്രൊഫൈലിനെ നല്ലതല്ലാത്ത ഒരു പ്രൊഫൈലിൽ നിന്ന് വേർതിരിക്കുന്നത്? 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഏതൊക്കെ വസ്തുതകളാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു വ്യക്തിയെക്കുറിച്ച് 100 കൂട്ടം കാര്യങ്ങളുണ്ടാവാം. സോ വാട്ട് ആർ ദ ഫാക്ട്സ് ദാറ്റ് യു സെലക്ട്? പ്രൊഫൈലിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫാക്ട്സ് ഏതൊക്കെയാണ്? ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 1. ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പ്രിസിഷൻ എന്ന് പറയും, കൃത്യത. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമത്. മൂന്നാമത്തെ കാര്യം ദി ഓർഡർ ഇൻ വിച്ച് യു പ്രസൻറ്റ് ദ ഫാക്ട്സ്, ദ ഇൻഫർമേഷൻ. ഇതിൽ ഫോർ ദി SSLC സ്റ്റുഡൻസ് അവസാനം പറഞ്ഞ 2 എണ്ണം മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. ബിക്കോസ് the facts will be given, information you have to use will be given to you. ഒരു റൈറ്ററെ കുറിച്ചാണെങ്കിൽ പ്രൊഫൈൽ എഴുതാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് തരും. ആ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ എഴുതിയാൽ മതി. അപ്പോൾ അത് ഏതൊക്കെ വസ്തുതകൾ എന്നൊരു ചോദ്യത്തിൽ നിന്ന് സ്റ്റുഡൻറ്റ് ഫ്രീ ആണ്. ദാറ്റ് ഈസ് നൗ ദ ഹെഡേക്ക് ഓഫ് ദ എക്സാമിനർ. സോ ബാക്കി 2 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെ? ഒന്ന് പ്രിസിഷൻ എന്ന് ഞാൻ പറഞ്ഞു. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഒരു ഫ്രേസിൽ പറഞ്ഞാൽ ഓൾ ആൻഡ് ഓൺലി വാട്ട് ഈസ് നീഡഡ്. ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം പറയണം. പ്രസക്തമായ എല്ലാ ഡീറ്റെയിൽസും പറയണം. പ്രസക്തമായത് മാത്രമേ, വസ്തുതയായത് മാത്രമേ പറയാവൂ, അനാവശ്യമായത് പറയരുത്. ഇതാണ് പ്രിസിഷൻ്റെ സ്വഭാവം. ഓൾ ആൻഡ് ഓൺലി വാട്ട് ഈസ് നീഡഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പരീക്ഷയ്ക്ക് തന്നെയാണെങ്കിലും തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അതേ ഓർഡറിൽ എഴുതുക എന്നുള്ളതല്ല. അവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ വിവേചന ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് the first information to be given, what is the second information to be given, that we have to decide. അല്ലെ, പ്രൊഫൈൽ എഴുതുന്നയാളാണ് അതിൽ തീരുമാനമെടുക്കുന്നത്. കാരണം ഒരു എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡീറ്റെയിൽ ദാറ്റ് ദ റീഡർ ഷുഡ് ഗെറ്റ് അബൌട്ട് ഹിം. അങ്ങനെ ഒരു ക്രമീകരണം നമുക്ക് വേണം. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മുടേതായ ഒരു ക്രമത്തിലാണ്. ഒരു സാമ്പിൾ, ഞങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാമ്പിൾ ഞാൻ പറയാം. അതൊരു സാമ്പിൾ മാത്രമാണ്, അതേ ഓർഡർ തന്നെ പിന്തുടരണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒന്നാമതായി സപ്പോസ് ദർ ഈസ് എൻ എക്സെപ്ഷണൽ തിങ് അബൌട്ട് ദ റൈറ്റർ, ദെൻ മെൻഷൻ ദാറ്റ് ഫസ്റ്റ്. ഉദാഹരണത്തിന് എന്താണ്, ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിന് നമുക്ക് പഠിക്കാനുള്ള റൈറ്ററാണ്. ഇപ്പോൾ ടാഗോറിൻ്റെ ഒരു പ്രൊഫൈലാണ് നമ്മൾ എഴുതുന്നത്. സോ വളരെ അസാധാരണമായ, വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു ഫാക്റ്റ് ടാഗോറിനെ പറ്റി പറയാനുണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഉദാഹരണത്തിന് നോബൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരു ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. അത് കോമൺ ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യമല്ല. ഇറ്റ് ഈസ് സംതിങ് എക്സെപ്ഷണൽ, ഇറ്റ് ഈസ് സംതിങ് extraordinary. So that can be mentioned.
വേണമെങ്കിൽ ആദ്യത്തെ പോയിന്റായിട്ട് തന്നെ അത് പറയാം. കാരണം ഇറ്റ് ഇസ് സംതിങ് സോ സ്ട്രൈക്കിംഗ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫീൽഡ്, കാരണം പബ്ലിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം എന്തുകൊണ്ട് പ്രസക്തനാകുന്നു അത് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു അവതരണം, ഒന്നോ രണ്ടോ സെൻറ്റൻസസിലാവട്ടെ. അദ്ദേഹം ആരായിരുന്നു? അപ്പോൾ ഹി വാസ് എ പ്ലേ റൈറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, മോർ ദാൻ ദാറ്റ് ഹി വാസ് എ പോയിറ്റ്. മറ്റു പലതുമായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോയംസ് ആർ ഫേമസ് ഫോർ ദെയർ ലിറിക്കൽ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിച്വൽ ഹ്യൂമനിസം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഫീച്ചർ ഓർ ഫീച്ചേഴ്സ്, ഒരുപാടല്ല, വളരെ റെലവൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഭവം അത് പറയാം കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ്, പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ അത് പറയാം. പിന്നെ ജനിച്ച കൊല്ലം, പാരൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ബയോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതുപോലെ മരണം. ഇങ്ങനെ ഒരു ക്രമത്തിൽ, അതായത് പബ്ലിക്കിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഏതൊക്കെ എന്ന ഒരു ക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്ക് തയ്യാറാക്കാം. ഇതൊരു സാമ്പിളാണ്. ഇത് അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തു കൊള്ളണം എന്ന ഒരു സാധ്യമൊന്നുമില്ല. ഓക്കെ, ദിസ് ഈസ് വൺ സാമ്പിൾ ദാറ്റ് വി ക്യാൻ ടേക്ക് അപ്പ്. ഈ രീതിയിൽ ഞാൻ പറഞ്ഞതിന് ചുരുക്കം, പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു വസ്തുതാപരമായ റൈറ്റിംഗ് ആണ്. അത് വിവരണാത്മകമാണ്. പക്ഷേ വസ്തുതകൾ നമ്മളെ സംബന്ധിച്ച്, പരീക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രിസൈസ് ആയിരിക്കണം. അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ കുത്തി നിറയ്ക്കാൻ നോക്കരുത്. നമ്മുടേതായിട്ട് പ്രസക്തമായ ഇൻഫർമേഷൻ, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം ഉൾക്കൊള്ളിക്കുക. പക്ഷെ അത് ക്ലിയറായി ആവശ്യമുള്ളിടത്തോളം തന്നെ വ്യക്തമായി ഉൾക്കൊള്ളിക്കുക. അവ്യക്തതകൾ ഉണ്ടാവാൻ അനുവദിക്കരുത്. ഇനി ഒരു ടാസ്ക്. ഇത്രയും നേരം പ്രൊഫൈൽ റൈറ്റിംഗ് എന്താണെന്ന് പറഞ്ഞല്ലോ. സോ യൂസിങ് ദോസ് ഐഡിയാസ് യു മേ ട്രൈ ടു റൈറ്റ് എ പ്രൊഫൈൽ. ഓക്കെ, ഞാൻ റസ്കിൻ ബോണ്ടിൻ്റെ ലൈഫിനെ ആസ്പദമാക്കിയും അദ്ദേഹത്തിൻ്റെ കരിയറിനെ ആസ്പദമാക്കിയുമുള്ള ചില ഇൻഫർമേഷൻ, ചില ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ഇതാണ് ടാസ്ക്. റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റസ്കിൻ ബോണ്ട് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. ഡീറ്റെയിൽസ് ഞാൻ പറയാം. 1. ഫേമസ് ആസ് ഓതർ, പോയറ്റ്. Born 19th May 1934. Then parents Edith Clark and Aubrey Bond. Nationality Indian. First novel The Room on the Roof. Notable works: Our Trees Still Grow in There, A Flight of Pigeons, The Blue Umbrella. Awards: 1992 Sahitya Akademi Award, 1999 Padma Shri, 2014 Padma Bhushan. These are certain information. Okay, your task is clear. ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ നമ്മൾ എഴുതാൻ ചെയ്യേണ്ടത്, പ്രൊഫൈൽ എഴുതി ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ലാംഗ്വേജ് സെൻറ്റർ ടീം അത് വായിക്കും, ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. Thank you for watching.